ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഏകാദശി വരികയാണ്. 21-ാം തീയതി ഞായറാഴ്ചയാണ് ഏകാദശി. നമ്മുടെ ഇന്ത്യയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലുമെല്ലാം 21-ാം തീയതി തന്നെയാണ് ഏകാദശി വരുന്നത്. കാരണം ഞാൻ ആ സ്ഥലങ്ങൾ പറഞ്ഞത് നമ്മുടെ മുമ്പത്തെ വീഡിയോകളിൽ പലരും ആ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവർ ഏകാദശിയെപ്പറ്റി ചോദിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഓസ്ട്രേലിയയിൽ വ്യത്യാസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നമ്മുടെ പോലെ തന്നെയാണ്. കാരണം വലിയ സമയവ്യത്യാസം 2-2.5 മണിക്കൂറിൻ്റെ സമയവ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ദിവസം തന്നെയാണ്, ഇന്ത്യയിലെ ദിവസം തന്നെയാണ് എല്ലായിടത്തും ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. 21-ാം തീയതി ഞായറാഴ്ച. അങ്ങനെ വരുമ്പോൾ 20-ാം തീയതി ശനിയാഴ്ച ദിവസം ദശമിയാണ്. 22-ാം തീയതി തിങ്കളാഴ്ച ദിവസം മഹാദ്വാദശിയാണ്, കൂർമ്മ ദ്വാദശിയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു ദ്വാദശി തിഥിയാണ് അന്നത്തെ ദിവസം. 21-ാം തീയതി രാത്രി മുതൽ മഹാദ്വാദശി തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ 21-ാം തീയതി ഏകാദശിയായിട്ട് ആഘോഷിക്കുന്നത്. കാരണം 12 മണിക്ക് മുമ്പ് തന്നെ മഹാദ്വാദശിയും കൂടെ അന്നത്തെ ദിവസം തുടങ്ങുന്നുണ്ട്. പകൽ മുഴുവൻ ഏകാദശി തന്നെയാണ്. ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ എല്ലായിടത്തും രാത്രി 12 മണിക്ക് മുമ്പ് തന്നെ മഹാദ്വാദശിയും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും 21-ാം തീയതി തന്നെയാണ് ഏകാദശിയായിട്ട് ആചരിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ 20-ാം തീയതി ദശമി ദിവസം നമ്മൾ ഒരിക്കലെടുക്കണം. പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് കാർത്തിക നക്ഷത്രം ഉള്ള ദിവസമാണ് 20-ാം തീയതി. അങ്ങനെയാണെങ്കിൽ 21-ാം തീയതി ഏത് നക്ഷത്രമായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏത് നക്ഷത്രമായിരിക്കും? രോഹിണി. രോഹിണി ആരുടെ നക്ഷത്രമാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രമാണ് രോഹിണി. ആ രോഹിണി നക്ഷത്രത്തിലാണ് ഇത്തവണ ഏകാദശി ദിവസം വരുന്നത്. അപ്പോൾ എത്രത്തോളം പുണ്യമുണ്ട് ആ ഏകാദശിക്ക് എന്ന് നിങ്ങൾ ഓർക്കുക. ഈ പുണ്യമായ ഏകാദശിയുടെ പേരാണ് പുത്രദ ഏകാദശി. അപ്പോൾ 20-ാം തീയതി നമ്മളെല്ലാവരും ഒരിക്കലുണ്ണണം. എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ, എല്ലാ ഏകാദശികളും നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ 20-ാം തീയതി നമ്മൾ പൂർണ്ണമായ വ്രതനിഷ്ഠയിൽ തന്നെ ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ജലം ഒക്കെ കുടിച്ച് നമ്മുടെ ആഹാരങ്ങളിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. ദശമി ദിവസത്തെ കാര്യമാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, പ്രാർത്ഥിക്കുക, അതിനുശേഷം നമ്മൾ ആഹാരങ്ങൾ കഴിക്കാം. ഒരു നേരം അരിഭക്ഷണം, ബാക്കി 2 നേരവും പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ ഗോതമ്പോ ഓട്സോ റാഗിയോ എന്തുവാന്ന് വെച്ചാൽ മറ്റ് ധാന്യങ്ങൾ കഴിക്കുക, അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുക. രാവിലെ എന്തെങ്കിലും ധാന്യങ്ങൾ കഴിച്ചാലും വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതുപോലെ വൈകുന്നേരം കഴിക്കുമ്പോൾ, ഈ ദശമി ദിവസം വൈകുന്നേരം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കുക. അതിനുശേഷം ജലം കുടിച്ച് ഇരിക്കുക. പിറ്റേ ദിവസം, അതായത് രോഹിണി നക്ഷത്രത്തിൽ ഏകാദശി തിഥിയിൽ ഞായറാഴ്ച ദിവസം 21-ാം തീയതി നമ്മൾ ഇത്തവണത്തെ ഏകാദശി പുത്രദ ഏകാദശി ആയതുകൊണ്ട് ഒരുപാട് ഫലസിദ്ധികളുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ വ്രതമെടുക്കാൻ പറ്റുന്നെങ്കിൽ വ്രതമെടുക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാവരും ക്ഷേത്രത്തിൽ പോകുക. അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെങ്കിലും പോവുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നെങ്കിൽ പോവുക. എന്നിട്ട് നമ്മൾ വളരെ ലഘുവായി എന്തെങ്കിലും നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പഴങ്ങൾ
അല്ലെങ്കിൽ പാല് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം. ധാന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഉച്ചയ്ക്ക് നിങ്ങൾ അപ്പോഴും ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും പുഴുക്ക് വെച്ച് കഴിക്കാം. അതായത് നമ്മുടെ കപ്പ, കാച്ചിൽ, ചേമ്പ്, പച്ചേത്തയ്ക്ക, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ ധാരാളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മുളക് പൊടിയോ പച്ചമുളകോ എന്താണെന്ന് വെച്ചാൽ അതും ചേർത്ത് വേവിച്ച് അതിലേക്ക് തേങ്ങ ചതച്ച് ചേർത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പുഴുക്ക് വെച്ച് അതിൽ കടല അല്ലെങ്കിൽ വൻപയർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും, ചെറുപയർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു പുഴുക്ക് വെച്ച് കഴിക്കാം. അത് വളരെ നല്ലതാണ്. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു തേങ്ങ അരച്ച ഇച്ചിരി ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തിയോ ഒക്കെ ഉപയോഗിക്കാം. ഒരു കാരണവശാലും ദശമി ദിവസത്തിലോ ഏകാദശി ദിവസത്തിലോ അതിൻ്റെ പിറ്റേ ദിവസമായ മഹാദ്വാദശി ദിവസത്തിലോ നോൺ വെജുകളോ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത് പുത്രത ഏകാദശി ആയതുകൊണ്ട് നിങ്ങൾക്ക് തേങ്ങാവെള്ളം കുടിക്കാം. തേങ്ങാവെള്ളം 2-3 തേങ്ങ പൊട്ടിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവുമൊക്കെ കുടിക്കാം. അത് വളരെ നല്ലതാണ്. ഏകാദശി ദിവസം തലേ ദിവസവും കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കരിക്കും വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ രാവിലെ വേണമെങ്കിൽ ഒരു പഴവും കരിക്കും വെള്ളവും നിങ്ങൾക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് ഒരു പുഴുക്ക് വെച്ച് കഴിക്കാം. ഏകാദശി ദിവസത്തിൻ്റെ അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് ഇതേപോലെ തന്നെ കരിക്കും വെള്ളവും പഴവും നിങ്ങൾക്ക് കഴിക്കാം. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം, അതായത് 21-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് വളരെ വളരെ നല്ലത്. ഇതാണ് വ്രതനിഷ്ഠ. പിറ്റേ ദിവസം 22-ാം തീയതിയും ഇതേപോലെ തന്നെ വ്രതത്തിലിരിക്കണം. വലിയ പ്രത്യേകതയുള്ള ഒരു ദ്വാദശിയാണ്, കൂർമ്മ ദ്വാദശിയാണ്. ഭഗവാൻ കൂർമ്മ അവതാരത്തിൽ അവതരിച്ചു, അതിൻ്റെ ഓർമ്മയാണ്. ഭഗവാൻ കൂർമ്മ രൂപത്തിൽ അവതരിക്കുന്ന എന്തിനാണ്? മന്ധരപർവ്വതം താഴേക്ക് താഴ്ന്നു പോയപ്പോൾ ആ മന്ധരപർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂർമ്മ രൂപത്തിൽ അവതരിച്ചത്. അതേപോലെ തന്നെ ഈ ഭൂലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് അന്നത്തെ ദിവസം. നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കും ഭഗവാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ മന്ധരപർവ്വതം താഴേക്ക് ഇരുന്നു പോയതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ എപ്പോഴാണോ താഴേക്ക് പോകുന്നത്, ആ താഴേക്ക് പോകുന്ന നമ്മളെ പിടിച്ചുയർത്തുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് വേണം. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ മന്ധരപർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തിയത്, അതേപോലെ നമ്മളെയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഈ മഹാദ്വാദശി ദിവസവും പൂർണ്ണമായ വ്രതത്തിലിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ 20, 21, 22 ദിവസങ്ങൾ സാധാരണ നമ്മൾ ചില ഏകാദശികൾക്ക് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ അല്ല. ഈ 3 ദിവസം വളരെ വളരെ ഐശ്വര്യസമൃദ്ധമായ ഒരു ഏകാദശിയാണ്. പൗഷ് മാസത്തിലെ ഏകാദശിയാണ്. പൗഷ് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശകവർഷ കലണ്ടർ അനുസരിച്ചിട്ട് വരുന്ന ഒരു മാസമാണ് പൗഷ് മാസം. ആ മാസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യമാണോ നമ്മൾ പുതുതായി തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്, അതിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാകുന്ന മാസമാണ് പൗഷ് മാസം. പുതിയ തുടക്കങ്ങൾക്ക്
വളരെ നല്ലതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ നല്ലതാണ്. നമ്മുടെ വീട് പാലുകാച്ചൽ, വിവാഹം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഒരു പുതിയ വിദ്യ അത് പഠിക്കുന്നതിന്, അതിന് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് ഒക്കെ വളരെ നല്ല ഒരു മാസമാണ് പൗഷ് മാസമെന്ന് പറയുന്നത്. ആ പൗഷ് മാസത്തിൽ വരുന്ന പുത്രദ ഏകാദശിയാണ് ജാനുവരി 21 അപ്പോൾ ആ 21 20 22 അതേപോലെ തന്നെ മഹാദ്വാദശി ദിവസമായതുകൊണ്ട് തന്നെ പൂർണ്ണമായ വ്രതത്തിൽ തന്നെ ഇരിക്കണം. നമ്മൾ മുമ്പലത്തെ ഏകാദശികളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഏകാദശി തിഥിയുടെ സമയം പറയാറുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മിക്ക ദിവസങ്ങളും ഏകാദശി തിഥി രാവിലെ തന്നെ അവസാനിക്കും. പിന്നെ അങ്ങോട്ട് പകലെല്ലാം മഹാദ്വാദശിയാണ്. ആ ദിവസമാണ് നമ്മൾ പലപ്പോഴും ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. കാരണം ഏകാദശിയും മഹാദ്വാദശിയും കൂടെ വരുന്ന ദിവസം. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. 21 പകല് മുഴുവൻ ഏകാദശിയാണ്. സന്ധ്യയ്ക്ക് ശേഷമാണ് മഹാദ്വാദശി തുടങ്ങുന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായ ആ സമയം ഞാൻ പറയാം. പിറ്റേ ദിവസം 22 പകല് മഹാദ്വാദശി തിഥി ഉണ്ട്. അപ്പോൾ ആ സമയവും എന്ത് ചെയ്യുക? പൂർണ്ണമായ വ്രതത്തിലിരിക്കുക. അന്നും ഏകാദശി വ്രതത്തിൽ എങ്ങനെയാണോ നമ്മൾ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അന്നും നമ്മൾ ധാന്യങ്ങൾ ഭക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണക്രമം രൂപീകരിക്കുക. നിങ്ങൾക്ക് കുറച്ച് പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മരുന്ന് കഴിക്കാം. അപ്പോൾ ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുന്നവർ, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരെന്ത് ചെയ്യുക? ചൗവരി മേടിച്ച് വെക്കുക. എന്നിട്ട് പാലിൽ ചൗവരി കാച്ചി കഴിക്കുക. നിങ്ങൾ അരി ഭക്ഷണമോ അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിക്കുന്നതിനോ പകരമായ എല്ലാ വൈറ്റമിൻസും അതിനകത്തുനിന്ന്, അല്ലെങ്കിൽ ആ ക്ഷീണങ്ങളൊക്കെ അതിനകത്തുനിന്ന് മാറിക്കോളും. അപ്പോൾ ഏകാദശി ദിവസവും മഹാദ്വാദശി ദിവസവും നിങ്ങൾക്ക് രാവിലെ ചൗവരി ഇട്ടിട്ട് പാല് കാച്ചി കുടിക്കാം. ഉച്ചയ്ക്ക് നല്ല പച്ചക്കറികളൊക്കെ ചേർത്ത് ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കാം. വൈകുന്നേരവും സന്ധ്യയ്ക്ക് മുമ്പ് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കാം. അല്ലെങ്കിൽ ഈ ചൗവരി ഇട്ട പാലും കൂടെ കാച്ചി നിങ്ങൾക്ക് കുടിക്കാം. അങ്ങനെ നിങ്ങൾ ആ 3 ദിവസവും, ഞാൻ എപ്പോഴും പറയും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും, പക്ഷേ നിങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇനി ചിലർക്ക് ഈ ചായ കുടിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നവർ കാണും. അവർ ഓരോ ഗ്ലാസ് ചായ രാവിലെ കുടിച്ചുകൊള്ളുക, വൈകുന്നേരവും കുടിച്ചുകൊള്ളുക. കാരണം അതല്ലെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ഭയങ്കരമായ സൈനസ് ഒക്കെ ഉള്ളവരെ ഇത് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ പാലാണല്ലോ, പാലും പഞ്ചസാരയും ആണല്ലോ ചേരുന്നത്. പിന്നെ തേയില എന്ന് പറയുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ ഐറ്റം ഒന്നുമല്ല. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുക. അതിനുശേഷം കുറച്ചും കൂടെ ഒരു നിഷ്ഠ നിങ്ങളുടെ ആഹാരക്രമത്തിൽ കൊണ്ടുവരിക. പിന്നെ കരിക്കും വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. ഇനി കരിക്കും വെള്ളം മാത്രം കുടിച്ച് പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് ഏകാദശി എടുക്കുകയാണെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. കരിക്കും വെള്ളവും പഴങ്ങളും മാത്രം അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക. അത് വളരെ നല്ലതാണ്. ഇനി എന്താണ് ഈ പുത്രദ ഏകാദശി, അതിൻ്റെ കഥ എന്താണ് എന്നുള്ളത് കൂടെ പറയാം. ഈ പുത്രദ ഏകാദശി എടുത്താൽ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒരേപോലെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് സന്താന സുഖം. അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് സന്താനങ്ങളുണ്ടാകും. കുഞ്ഞുങ്ങളുള്ള ആളുകൾക്കാണെങ്കിൽ ആ സന്താനങ്ങളിൽ നിന്നും നമുക്കൊരു മനസുഖവും മറ്റ് സുഖങ്ങളുമൊക്കെ കിട്ടും. ദാമ്പത്യ സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും, സർവസമൃദ്ധികളുണ്ടാകും, പാപങ്ങൾ നശിക്കും,
മോക്ഷത്തിലേക്ക് എത്തും. മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഒരുപോലെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു ഏകാദശിയാണ് പുത്രദ ഏകാദശി. സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനം എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഇനി കഥ പറയാം. കഥ എന്താണ്? മഹിഷ്മതി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് മഹാജിത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് വിവാഹിതനാണ്. ഭാര്യാസമേതം സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. സകല ഐശ്വര്യങ്ങളും രാജാവിനുണ്ട്. സമ്പൽ സമൃദ്ധിയിലാണ് രാജാവ് ജീവിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ. പക്ഷേ ഒരു ദുഃഖം രാജാവിനെ അലട്ടിയിരുന്നു. രാജാവിന് മക്കളില്ല. ഒരുപാട് വൈദ്യന്മാരെയൊക്കെ കാണിച്ചു. രാജാവിന് മക്കളില്ല. രാജ്യം ഇനി ആർക്ക് കൊടുക്കുമെന്നുള്ള ചിന്തയായി. അതിനേക്കാൾ ഉപരി രാജാവിനെ അലട്ടിക്കൊണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് ആര് തനിക്ക് കർമ്മം ചെയ്യും. രാജാവിൻ്റെ പിതാക്കന്മാർക്കൊക്കെ കർമ്മം ചെയ്യുന്ന സമയത്ത് രാജാവ് ഇങ്ങനെ കരയും. എന്താണ്? തന്നെപ്പറ്റിയും തൻ്റെ ഭാര്യയെപ്പറ്റിയും ഓർത്തിട്ട് ഞങ്ങൾക്കാര് കർമ്മം ചെയ്യും, പുത്രനില്ലാതെ ഇരുന്നാൽ സ്വർഗം ലഭിക്കില്ല, ഇങ്ങനെയൊക്കെയാണ് രാജാവ് വിചാരിക്കുന്നത്. അങ്ങനെ രാജാവ് മരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ആരോടും പറയാതെ കൊട്ടാരം വിട്ട് ഒരു കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്കൊക്കെ ഇങ്ങനെ പോയി ഒരു നദിക്കരയിൽ ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ പർണശാലകളുണ്ടായിരുന്നു, കുടീരങ്ങൾ. ആ പർണശാലകളിൽ താമസിക്കുന്നത് മുനിമാരാണ്. അപ്പോൾ മുനിമാർ രാജാവിനോട് ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിക്കുകയാണ്. ആ സമയത്ത് രാജാവ് പറയുകയാണ്, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാ സമ്പൽ സമൃദ്ധികളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു ദുഃഖം എന്നെ ഇന്ന് പിടികൂടിയിരിക്കുന്നു. കാരണം എനിക്ക് കർമ്മം ചെയ്യാൻ ഒരു പുത്രനില്ലാതിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് മരണം മാത്രമേ ഉള്ളൂ ഒരാശ്രയം എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നു. ആ സമയത്ത് മഹർഷിമാർ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്, വിഷമിക്കേണ്ട, ഒരു മാർഗമുണ്ട്. ഇതുപോലെ പൗഷ്മാസത്തിൽ ഏകാദശി വരുന്നുണ്ട്, പുത്രദ ഏകാദശി. ആ പൗഷ്മാസത്തിലെ പുത്രദ ഏകാദശിയിൽ ഉപവസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അങ്ങേക്ക് കുട്ടികളുണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ രാജാവ് പൗഷ്മാസത്തിലെ ഭാര്യാസമേതനായി രാജാവും ഭാര്യയും കൂടി ചേർന്ന് പൗഷ്മാസത്തിലെ ഈ പുത്രദ ഏകാദശി ഉപവസിച്ച് എടുത്തു. അങ്ങനെ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പരമാവധി പ്രാർത്ഥനയിൽ തന്നെ പ്രാർത്ഥനകൾ മുഴുകി അവസാനം രാജാവിന് മകൻ ഉണ്ടാവുകയാണ്. സർവദാ യോഗ്യനായ ഒരു പുത്രൻ രാജാവിന് ഉണ്ടാവുകയാണ്. ഇത് ആരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ ഈ പുത്രദ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത കഥയാണിത്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഏകാദശി പുത്രന്മാരില്ലാത്തവർ മാത്രമല്ല എടുക്കേണ്ടത്. പുത്രന്മാർ ഉള്ളവർ പലപ്പോഴും മക്കളുടെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാരണം പല ദുഃഖങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനമുണ്ടായി കുട്ടികൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാനും അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാനും ഈ ഏകാദശി എടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും മനോദുഃഖമുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല തൊഴിൽ കിട്ടാഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർ നന്നായി പഠിക്കാഞ്ഞിട്ടായിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണും. അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം മാത്രമല്ല, അവർക്കും ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് പുത്രദ ഏകാദശി എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ദാമ്പത്യ സുഖം, സന്തോഷം, സമൃദ്ധി, മോക്ഷം, പാപങ്ങൾ നശിക്കും, ഇതെല്ലാമാണ് ഭഗവാൻ പറയുന്നത്. അന്നത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മഹാലക്ഷ്മിയുടെ അപാരമായ അനുഗ്രഹം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധിയാണ് ഫലം എല്ലാ രീതിയിലും. ഇപ്പോൾ രാജാവിന് എല്ലാം ഉണ്ടായിട്ടും പുത്രനില്ലാഞ്ഞതിനാൽ രാജാവിന് സമ്പൽ സമൃദ്ധിയാണെന്ന് പറയാൻ കഴിയില്ല.
അപ്പോൾ അത് എന്താണോ തങ്ങൾക്കില്ലാത്തത് അതിനെ പ്രദാനം ചെയ്യുന്ന ഒരു ഏകാദശിയാണ് പുത്രദ ഏകാദശി. സർവ്വദുഃഖങ്ങളിൽ നിന്നും മോചനമെന്നാണ് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് പുത്രദ ഏകാദശിയുടെ കഥ. അതുകൊണ്ട് ജാനുവരി 20, 21, 22 ദിവസങ്ങൾ പൂർണ്ണ വ്രതത്തിലിരിക്കുക. 20-ാം തീയതി ഒരു നേരം അരിയാഹാരം ഭക്ഷിച്ചുകൊണ്ട് ഉള്ളി വെളുത്തുള്ളി മുതലായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലെടുക്കാം. നമ്മുടെ കരിക്കും വെള്ളം നമുക്ക് കുടിക്കാം. അത് വളരെ നല്ലതാണ് ക്ഷീണം മാറാനായിട്ട്. പിറ്റേ ദിവസം ഏകാദശിക്ക് നമുക്ക് കരിക്കും വെള്ളവും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് നമുക്ക് ഇരിക്കാം. അതല്ലെങ്കിൽ കരിക്കും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാം. അതല്ലെങ്കിൽ രാവിലെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച് വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് നമ്മുടെ ലഘുവായിട്ടുള്ള നമ്മുടെ പഴങ്ങളാണെങ്കിൽ പഴങ്ങൾ അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം ഇതെല്ലാം കുടിച്ച് നമുക്ക് നമ്മുടെ വ്രതം അന്നത്തെ ഏകാദശി ദിവസത്തെ ഭക്ഷണവ്രതം നമുക്ക് അവസാനിപ്പിക്കാം. രാത്രിയിലൊന്നും കഴിക്കണ്ട. സന്ധ്യയ്ക്ക് ശേഷം പരമാവധി സമയം പ്രാർത്ഥിക്കുക, ജപിക്കുക. ഏകാദശി ദിവസം നമ്മൾ എങ്ങനെയാണോ ഇരുന്നത് അതേ വ്രതനിഷ്ഠയിൽ മഹാദ്വാദശി ദിവസവും ഇരിക്കുക. ഉപവസിക്കുന്നവരാണെങ്കിൽ ഏകാദശി ദിവസം ഉപവസിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ മഹാദ്വാദശി ദിവസം നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് എടുക്കാം. 2 ദിവസം കൂടി ഉപവസിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മളെ അതിന് അനുവദിക്കത്തില്ല. അതിനൊന്നും നിങ്ങൾ മെനക്കെടാൻ നിൽക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ജലം മാത്രം കുടിച്ച് നിങ്ങൾക്ക് ഇരിക്കാം. കരിക്കും വെള്ളം മാത്രം കുടിച്ച് നിങ്ങൾക്ക് ഇരിക്കാം. പിറ്റേ ദിവസം വേണമെങ്കിലും എന്ത് തന്നെ ആയാലും പൂർണ്ണമായ ഒരു വ്രതനിഷ്ഠ നിങ്ങൾ തന്നെ തയ്യാറാക്കി എടുക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ ആഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതായത് കരിക്കും വെള്ളം, ഈ പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ ഒക്കെ കഴിക്കാം. അത് എങ്ങനെ കഴിക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഏകാദശി ദിവസം എങ്ങനെ കഴിക്കണം, മഹാദ്വാദശി ദിവസം എങ്ങനെ കഴിക്കണമെന്നുള്ളത്. എന്ത് തന്നെയായാലും 21, 22 തീയതികളിൽ പൂർണ്ണമായ വ്രതത്തിൽ തന്നെ ഇരിക്കുക. 22-ാം തീയതിയാണ് നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. അപ്പോൾ എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. അത്രയും പവിത്രവും പുണ്യവുമായ ഒരു ദിവസമാണ് ആ മഹാദ്വാദശി ദിവസം. അതുകൊണ്ട് എന്ത് തന്നെയായാലും ഈ 3 ദിവസവും നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും ഒന്നിച്ച് വ്രതത്തിൽ തന്നെ ഇരിക്കണം. ആ 3 ദിവസവും പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കണം. അതുപോലെ അഷ്ടമി തിഥി മുതൽ പൗർണമി വരെ ഒരു വിശേഷം നടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ശാകംഭരി ദേവിയുടെ പൂർണിമ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിർബന്ധമായും ശാകംഭരി ദേവിയുടെ പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തുക. തിങ്കളാഴ്ച ദിവസം നമ്മുടെ പ്രാണപ്രതിഷ്ഠയാണ്. ആ സമയത്ത് നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോകുന്നവരാണെങ്കിൽ പരമാവധി സമയം പ്രാർത്ഥിക്കുക, പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിരിക്കുക. കരിക്കും വെള്ളമൊക്കെ കിട്ടുന്നെങ്കിൽ അതൊരു കുപ്പിയിലാക്കി കൊണ്ടുപോവുക, കുടിക്കുക. തുളസി തീർത്ഥത്തിനേക്കാൾ ഇത്തവണത്തെ ഒരു വ്രതത്തിന് പറയുന്ന ജലമാണ് കരിക്കും വെള്ളം. തുളസി തീർത്ഥത്തിനേക്കാൾ ഇത്തവണ അങ്ങനെയാണ് പറയുന്നത് ഈ ഏകാദശിയുടെ, ഈ പുത്രദ ഏകാദശിയിൽ. അതുകൊണ്ട് കരിക്കും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തേങ്ങാവെള്ളമായാലും മതി, അതല്ലെങ്കിൽ വെറും ശുദ്ധജലമായാലും മതി. തുളസി ജലവും കുടിക്കാം, അതിനൊന്നും ദോഷമില്ല. പക്ഷെ മറ്റേത് കിട്ടുന്നെങ്കിൽ അതൊന്നും കൂടെ നല്ലതാണ്. പൂർണ്ണമായ വ്രതത്തിൽ തന്നെ ഇരിക്കണം. അതിന് യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. പിന്നെ അവിടെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. കാരണം ആ സമയത്ത് ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ഒരുപാട് പ്രാർത്ഥനകളും മന്ത്രങ്ങളും പൂജകളുമൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മളും കൂടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് മാത്രമായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വെക്കരുത്.
തീർച്ചയായിട്ടും ആ സമയത്ത് വീട്ടിലുള്ളവരാണെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച് തന്നെ പ്രാർത്ഥിക്കുക, രാമനാമം ജപിക്കുക, ഭഗവാൻ നാരായണനെ വിളിക്കുക. രാമനായാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ, മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് ഇവരെല്ലാവരും. രാമനെന്ന് വിളിച്ചാലും കൃഷ്ണനെന്ന് വിളിച്ചാലും നരസിംഹമൂർത്തി എന്ന് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഫലം നമുക്ക് മാത്രമായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. കഷ്ടങ്ങളുണ്ടായാൽ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. സന്തോഷങ്ങളുണ്ടായാൽ ചിലപ്പം നമ്മുടെ കൂടെയുള്ളവരും ആ സന്തോഷത്തിൽ പങ്കെടുത്തെന്നിരിക്കും. ആ സന്തോഷം നമുക്ക് അവർക്ക് പ്രദാനം ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷെ ദുഃഖങ്ങൾ നമുക്ക് മാത്രമാണ് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പരമാവധി സമയം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാനോട് പറയാം. ഭഗവാനോടല്ലാതെ നമ്മൾ വേറെ ആരോട് പറയാൻ? അപ്പോൾ അതൊക്കെ നമുക്ക് ഭഗവാനോട് പറയാം. ബാക്കി സമയങ്ങളിലെല്ലാം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കാനും ഭഗവാനെ വർണ്ണിക്കാനും ഭഗവാന്റെ ആ രൂപസൗന്ദര്യത്തെ മനസ്സിൽ കണ്ട് ആനന്ദിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നമ്മളൊരു നിശ്ചിത സമയമൊക്കെ വെച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാം. കാരണം നമ്മുടെ ആവശ്യം വേറൊരാൾ വന്ന് പറയില്ല, നമ്മൾ മാത്രമായിരിക്കണം പറയേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ചെയ്ത് ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ നമ്മുടെ വ്രതം മുറിക്കേണ്ടുന്ന സമയം എപ്പോഴാണെന്ന് പറയാം. ഇപ്പോൾ ചിലപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഞാൻ ഏകാദശിയും മഹാദ്വാദശി ദിവസവും വ്രതത്തിലിരിക്കണമെന്ന് പറഞ്ഞത് മഹാദ്വാദശി ദിവസം കഴിഞ്ഞിട്ടാണോ നമ്മൾ വ്രതം നിർത്തേണ്ടത് എന്ന ചോദ്യം ഉണ്ടാകാം. അങ്ങനെയല്ല. മഹാദ്വാദശി ദിവസത്തിൻ്റെ അന്നത്തെ ദിവസം രാവിലെ, അതായത് 22-ാം തീയതി രാവിലെ നമ്മൾ പാരണാസമയത്ത്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, ഓരോ സ്ഥലങ്ങളിലെയും പാരണാസമയം, ആ സമയത്ത് തന്നെ നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ 22-ാം തീയതി തുടങ്ങുന്നത് മഹാദ്വാദശിയുടെ വ്രതമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. അതുപോലെ ചില ആളുകൾക്ക് ഈ കരിക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത ആളുകൾ കാണും. ഗ്ലൂക്കോസിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അവർ അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തിന് അനുവദിക്കാത്ത ഒരു ഭക്ഷണവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പൊതുവായി പറഞ്ഞ ഭക്ഷണക്രമങ്ങളാണ്. ഇതിൽ ചില ആഹാരങ്ങൾ ചിലർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതുണ്ട്, അത് ഉപയോഗിക്കരുത്. കരിക്കും വെള്ളം കുടിക്കാൻ പറ്റാത്തവർ തുളസി തീർത്ഥം കഴിക്കാം, പാല് കുടിക്കാം, അതല്ലെങ്കിൽ വെറുതെ ജലം തിളപ്പിച്ച് കുടിക്കാം. അങ്ങനെ അവരവരുടെ ആരോഗ്യത്തിനും രോഗാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് വേണം നമ്മൾ വ്രതം ക്രമീകരിക്കാൻ. എന്തു തന്നെയായാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക, ഞാൻ ഇത്തവണ ഏകാദശി ഇങ്ങനെ എടുക്കും, മഹാദ്വാദശി ഇങ്ങനെ എടുക്കുമെന്ന് തീരുമാനിക്കുക. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പറ്റാത്ത കാര്യങ്ങളിലേക്ക് പോകരുത്. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഉപവസിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് വൈകുന്നേരമായപ്പോൾ പ്രശ്നമായി, അതല്ലെങ്കിൽ ചായ കുടിക്കാതെ ഇരുന്ന് ഉപവസിച്ചു വ്രതം എടുത്തു, പക്ഷേ വൈകുന്നേരമായപ്പോൾ പ്രശ്നമായി, അങ്ങനെ കരുതണ്ട. നമ്മളുടെ ആരോഗ്യം, ഇതുവരെയുള്ള നമ്മുടെ വ്രതങ്ങൾ നമ്മൾ എടുത്ത് ശീലിച്ചപ്പോൾ നമുക്കറിയാം ഏത് രീതിയിൽ നമുക്ക് എടുത്താലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അതനുസരിച്ചിട്ട് നിങ്ങളുടെ വ്രതത്തെ ക്രമീകരിക്കുക, പ്രാർത്ഥിക്കുക. അടുത്തൊരു വീഡിയോയിൽ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്ത്, കേരളത്തിന് പുറത്തൊക്കെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അവരുടെ പാരണാസമയം ആ സ്ഥലവും കൂടെ ഒന്ന് എഴുതി ചോദിച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ സ്ഥലത്തെയും കൂടെ പാരണാസമയം നോക്കി. കഴിഞ്ഞ തവണ എന്നോട് ചോദിച്ച എല്ലാവരുടെയും സ്ഥലം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇത്തവണ പറയാം. ആരും വിഷമിക്കേണ്ട, എല്ലാവരും ഭംഗിയായി തന്നെ ഏകാദശി വ്രതം എടുക്കുക. ഇനി മെൻസസ് ഉള്ളവർ, അതല്ലെങ്കിൽ മറ്റ് അസൗകര്യങ്ങളുള്ളവരൊക്കെ അമ്പലത്തിൽ പോകണ്ട, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. പക്ഷേ നിങ്ങൾക്ക് ഇതേ ആഹാരക്രമത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുഴുകാം. എല്ലാവരും നിർബന്ധമായും ഏകാദശി എടുക്കണം, പ്രാർത്ഥിക്കണം.
എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.